സനാതന സുദർശനം ചാനൽ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പൂർണ്ണമായും കേൾക്കുവാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വിഷയം ഗുരുവായൂർ ഏകാദശി വ്രതവും അത് അനുഷ്ഠിക്കേണ്ട രീതിയും. ഏകാദശി വ്രതം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്തിനു വേണ്ടിയാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്. സ്ത്രീ പുരുഷ ഭേദമന്യേയാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. വൃശ്ചികമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി നാളിലാണ് വ്രതമെടുക്കേണ്ടത്. വിഷ്ണുവിന്റെ പ്രീതിയിലൂടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായി അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം. കേരളത്തിൽ ആചരിക്കുന്ന ഏകാദശികളിൽ പ്രധാനമാണ് വൃശ്ചികമാസത്തിലെ ഏകാദശി. ഇതാണ് ഗുരുവായൂർ ഏകാദശി. നവമിയും ദശമിയും പോലെ ഏറെ പ്രാധാന്യമുള്ളതാണ് ഗുരുവായൂർ ഏകാദശിയും. ഈ ദിവസം ഗുരുവായൂർ ക്ഷേത്രനട അടയ്ക്കാറില്ല. രാവിലെ 3 മണിക്ക് നിർമാല്യ പൂജയോട് തുറക്കുന്ന ക്ഷേത്രം അടയ്ക്കുന്നത് രാത്രി 9 മണിക്ക് ശേഷം മാത്രമേ അടയ്ക്കുകയുള്ളൂ. അന്ന് കണ്ണനെ കാണുവാൻ, അനുഗ്രഹം വാങ്ങുവാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ജനങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഗുരുവായൂർ ഏകാദശിയുടെ ഐതിഹ്യം. അസുരന്മാരെ നശിപ്പിക്കാനായി മഹാവിഷ്ണുവിൽ നിന്ന് ഉത്ഭവിച്ച ദേവിയാണ് ഏകാദശി. ഏകാദശി ദിവസത്തിൽ ഉത്ഭവിച്ചതുകൊണ്ട് ദേവിക്ക് ഏകാദശി എന്ന് പേരു നൽകി. ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനാണ് താലജംഗൻ. അദ്ദേഹത്തിന്റെ മകൻ മുഖനുമൊത്ത് ചന്ദ്രാവതിപുരയിലായിരുന്നു താമസം. ഒരു ദിവസം ഇരുവരും ചേർന്ന് ഇന്ദ്രലോകത്തെ ആക്രമിച്ച് ഇന്ദ്രസ്ഥാനം കൈക്കലാക്കി. ഇതിനെ തുടർന്ന് ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു. മഹാദേവൻ അവരെ മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് അയക്കുകയായിരുന്നു. ദേവന്മാർ വിഷ്ണുവിനോട് സങ്കടം ഉണർത്തിച്ചപ്പോൾ വിഷ്ണുവിൽ നിന്ന് അതിസുന്ദരിയും അതീവ ശക്തിശാലിയുമായ ഒരു ദേവി ഉത്ഭവിച്ചു. തുടർന്ന് ദേവി മുരനെ നേരിടുകയും വധിക്കുകയും ചെയ്തു. ഇതിന്റെ പ്രത്യുപകാരമായി എന്തു വേണമെന്ന് ഭഗവാൻ മഹാവിഷ്ണു ദേവിയോട് ചോദിച്ചപ്പോൾ സ്വന്തം പേരിൽ ഒരു വ്രതം ഉണ്ടാവണം എന്ന് വരമായി ചോദിച്ചു. അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായിരിക്കണം എന്നും ദേവി ചോദിക്കുകയുണ്ടായി. അത് അനുഷ്ഠിക്കാത്തവർക്ക് കടുത്ത ശിക്ഷ നൽകുകയും അനുഷ്ഠിക്കുന്നവർക്ക് എല്ലാ പുണ്യവും പാപമോചനം നൽകണമെന്നും ദേവി ആവശ്യപ്പെട്ടു. ദേവിക്ക് ഭഗവാൻ അങ്ങനെ തന്നെ ഒരു വരം നൽകി. അതാണ് ഏകാദശി വ്രതം. ഇതാണ് ഏകാദശി വ്രതത്തിന്റെ ഉത്ഭവ കഥ. ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ട രീതി. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതോടെ തങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. ഏകാദശി ദിവസം രാവിലെ തന്നെ കുളിച്ച് വൃത്തിയായി അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോകുക. ഏകാദശി നാളിൽ വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത, വിഷ്ണു അഷ്ടോത്തരം എന്നിവയെല്ലാം ചൊല്ലാം. വൈഷ്ണവമായിട്ടുള്ള പുരാണങ്ങൾ പാരായണം ചെയ്യാം. വിഷ്ണുവിന്റെ എല്ലാ നാമങ്ങളും ജപിക്കാം. പകൽ സമയങ്ങളിലെ ഉറക്കം നിർബന്ധമായും ഒഴിവാക്കണം അന്നേ ദിവസം. രാത്രിയിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഭജനയിൽ മുഴുകുന്നത് ഉത്തമമാണ്. ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ. ഏകാദശി ദിവസം മുഴുവൻ ഉപവസിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ അരിയാഹാരം ഉപേക്ഷിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കാം. ധാന്യം, തേൻ, മത്സ്യമാംസാദികൾ, എണ്ണ, സ്റ്റീൽ പാത്രം ത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വർജിക്കേണ്ടതായിട്ടുണ്ട്. ഗോതമ്പും ഒഴിവാക്കാം. പകുതി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് പഴം, പാൽ എന്നിവ വേണമെങ്കിൽ ഉപയോഗിക്കാം. വ്രതം അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് പറയാം. ഏകാദശി വ്രതം തൊട്ടടുത്ത ദിവസമായ ദ്വാദശി നാളിലാണ് അവസാനിപ്പിക്കുക. അതായത് ഏകാദശി കഴിഞ്ഞ അടുത്ത ദിവസം ദ്വാദശി. ആ ദ്വാദശി നാളിലാണ് ഈ ഏകാദശി വ്രതം അവസാനിപ്പിക്കേണ്ടത്. വ്രതം ആരംഭിച്ചതുപോലെ തന്നെ കുളിച്ച് ശുദ്ധമായി വിഷ്ണുനാമം ജപിച്ചു വേണം വ്രതം അവസാനിപ്പിക്കുവാൻ.